നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈയിടെ തിയേറ്ററുകളിലെത്തിയ സൈജു കുറുപ്പ് നായകനായ മോഹിനിയാട്ടം എന്ന സിനിമയെക്കുറിച്ചാണ്. 2024 പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രം. ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് ഇതൊരു മികച്ച ക്ലൈമാക്സ് ആണോ അതോ വെറും സീക്വൽ മാത്രമാണോ എന്ന് നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് ആദ്യ ഭാഗം അവസാനിച്ച് എടുത്തുനിന്നാണ്. സതീശൻ നായരും കുടുംബം തങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കുമ്പോൾ പഴയ ചില സംഭവങ്ങൾ അവരെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നു. ആ അപ്രതീക്ഷിത അതിഥിയുടെ വരവും അത് തുറന്നുണ്ടാക്കുന്ന രസകരമായ സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ കാതൽ. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് ഈ ചിത്രം കൂടുതൽ ഡാർക്ക് കോമഡിയിലേക്ക് മാറുന്നു എന്നതാണ്. സൈജു കുറുപ്പിൻ്റെ പതിവ് പോലെ തന്നെ കഥാപാത്രത്തെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായി വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുമ്പോഴുള്ള പരിഭ്രമവും അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. വളരെ സബ്റ്റിലായിട്ടുള്ള എന്നാൽ കഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നൊരു വേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതേപോലെ ജഗദീഷ്, വിനയ് ഫോർട്ട്, പിന്നെ ഈ ചിത്രത്തിലേക്ക് പുതിയതായി എത്തിയ ബേബി ജീൻ അടക്കമുള്ള എല്ലാവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് വളരെ ബോൾഡായ ഒരു പരീക്ഷണമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. വെറുമൊരു ഫാമിലി കോമഡിയിൽ ഒതുങ്ങാതെ ഡാർക്ക് ഹ്യൂമറും ക്രൈം ത്രില്ലറും എലമെൻറ്റും കൂട്ടിയിണക്കിയ രീതിയിൽ നന്നായി തോന്നുന്നു. പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിറയെ ചിരിക്കാനുള്ള നിമിഷങ്ങളുണ്ട്. ഡാർക്ക് ഹ്യൂമറാണ്, അത് അറ്റ് ബെസ്റ്റാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും സൈജു കുറുപ്പിൻ്റെയും കെമിസ്ട്രി നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്ലീശകളില്ലാത്ത ഒരു തിരക്കഥയായിരുന്നു പോസിറ്റീവ്. പോരായ്മകളെന്ന് പറയുന്നത് ചിലർക്ക് ആദ്യ ഭാഗത്തിൻ്റെ ആ ഫാമിലി കോമഡി ടോൺ കുറവായി തോന്നാം. എഡിറ്റിംഗ് ചിലയിടത്ത് വേഗത കൂടുതൽ തോന്നാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വീക്കെൻഡ് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പോയി കാണാൻ പറ്റിയൊരു മികച്ച എൻ്റർടൈൻമെൻ്റാണ് മോഹിനിയാട്ടം എന്ന സിനിമ. നിങ്ങൾ ഡാർക്ക് കോമഡി സിനിമകളെ ആരാധകർ ആണെങ്കിൽ തീർച്ചയായും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മോഹിനിയാട്ടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.